നമ്മൾ ഈ ലൊക്കാലിറ്റി എല്ലാ കോളേജുകളിലും ഇപ്പോൾ ഡ്രഗ്സിൻ്റെ യൂസേജ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാഡറ്റ്സ് തുടങ്ങണം. നമ്മൾ ക്യാഡറ്റ്സ് ഫസ്റ്റ് നിർത്തണം. നമ്മൾ ഫസ്റ്റ് നന്നായാലും നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായി നമ്മളെ ക്യാഡറ്റ്സിന് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ എന്നുള്ളത് NCC അഖിലേന്ത്യാ വേണ്ടി നടത്തുന്നത്. ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ നടത്തുന്നത് ആൻറ്റി ഡ്രഗ് ഡേ അല്ല, ഇത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. അബ്ദുൽ പറഞ്ഞ പോലെ നല്ലൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ അതിൽ എഴുതിയിരിക്കുന്നത്. ബി ഡ്രഗ് ഫ്രീ ആൻഡ് ബി ദ ബെസ്റ്റ് യു ക്യാൻ ബി. അപ്പോൾ നമ്മൾ തന്നെ ആദ്യം നന്നായാലേ നമുക്ക് സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്താം. ഏതെങ്കിലും തരത്തിൽ നമ്മൾ ലഹരിക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിർത്തിക്കൊണ്ട് സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു യാത്രയായിരിക്കാം, ഈ ഒരു റാലി ആയിരിക്കാം ഒരുപക്ഷെ ജനങ്ങളെ സ്വാധീനിക്കുന്നത്. കാരണം നിങ്ങൾ യുവതലമുറയാണ്, നിങ്ങൾക്ക് കുറേ ദൗത്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ യൂത്തിനെ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് അല്ലേ? നിങ്ങൾക്ക് നമ്മുടെ 20 ക്യാമ്പ് ഓണ സെലിബ്രേഷൻസ് ഒക്കെ ചെയ്തതിലും നല്ല വീഡിയോ അത് ഗംഭീരമായിട്ടാണ് ഈ തവണ നടത്തിയിരിക്കുന്നത്. ഓരോ തവണയും മെച്ചപ്പെട്ടുകൊണ്ട് വരികയാണ്. ഇപ്പോൾ കുട്ടികൾ തന്നെ വളരെ ക്യാമ്പിൽ കുട്ടികൾക്കറിയാം, എല്ലാവരും കൂടെ സന്തോഷത്തോടെ തന്നെ വരികയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഏറ്റവും വലിയൊരു വിപത്താണ് നമ്മൾ കാണുന്ന ഡ്രഗിനല്ല, ഡ്രഗ് അബ്യൂസാണ് ആക്ച്വലി നമ്മുടെ പ്രശ്നം. കോളേജിൽ പലതരത്തിലുള്ള പ്രോഗ്രാം, കോളേജിൽ മാത്രമല്ല സ്കൂളുകളിലും പലതരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോഴും അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡ്രഗ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ യൂസാണ്. അപ്പം നിങ്ങൾ വേണം ഇതിന് മുന്നിൽ നിന്ന് ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നയിക്കാൻ വേണ്ടി. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അഖിനാസ് കോളേജ് NCC യൂണിറ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത്. നിങ്ങൾക്ക് തോന്നിക്കാണും നമ്മൾ പെട്ടെന്നാണ് ഷോർട്ട് നോട്ടീസിലാണ് നിങ്ങളോട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തത്. പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, എൻറോൾമെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ബറ്റാലിയനിൽ നിന്ന് നമുക്കുള്ള നിർദ്ദേശങ്ങൾ പലതും വരാൻ ബാക്കിയുണ്ട്. കോളേജ് തുറന്നതിന് ശേഷം നമുക്ക് പരേഡ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിലേ നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളോടൊന്ന് സംസാരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തത്. പക്ഷെ അതിനൊരു നല്ലൊരു കോസ്റ്റ് വേണം, എന്ന നല്ലൊരു പ്രോഗ്രാം, ഒരു തീം വേണം എന്നതിന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നമ്മൾ എടുത്തത്. ഇത് ഇന്നൊരു ദിവസം കൊണ്ട് നിർത്തുന്നതല്ല, നമ്മൾ ഇനി മുന്നോട്ടുള്ള എല്ലാ വർഷങ്ങളിലും നിങ്ങളുടെ ഒരു മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരെണ്ണമായിരിക്കും. ഞാൻ ഈ ആക്ടിവിറ്റികൾ ഇവിടെ നടക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് കുട്ടികളുടെ അടുത്തും നിങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അടുത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. NCC cadets എന്ന് പറയുന്നത് സാധാ ഇവിടെ ഉള്ള സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് ഒരു പടി മുമ്പിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള കുട്ടികളാണ്. നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ക്യാരക്ടറിൽ കാണിക്കണം. കോളേജിലുള്ള പ്രോബ്ലംസിൽ നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ ആ ഇടപെടുന്നതെന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം. നിങ്ങൾ ആവരുത് ആ പ്രോബ്ലത്തിന്റെ കോസ് എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് NCC യൂണിറ്റ് യാതൊരു വിധത്തിലുള്ള സ്ഥാനം ഉണ്ടായിരിക്കുന്നതല്ല. ശക്തമായ നടപടികൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. നിങ്ങൾ അതിനെതിരായി നിന്നുകൊണ്ട് കോളേജിൽ നല്ലൊരു ടീം ഫോം ചെയ്യുക. നിങ്ങളുടെ ക്യാരക്ടറിൽ ഈ പറയുന്ന NCCയുടെ ട്രെയിനിങ് കൊണ്ട് ഉണ്ടാവേണ്ടത് പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളുമാണ്. അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിന്റെ തുടക്കമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഓപ്പൺ കോട്ടയിലെ കുട്ടികൾ എത്ര പേരുണ്ട്? എല്ലാവരും വന്നുണ്ടോ? ഓക്കെ, ഞാൻ ചോദിച്ചത് കാരണം കൊണ്ടല്ല, ബാക്കി വിദ്യാർത്ഥികളെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയിൽ വരുമ്പോഴാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വോളണ്ടിയർ ഇങ്ങോട്ട് വന്നു, ഇവർക്കുള്ള അവസരം ഇവിടെ കൊടുത്തിരുന്നു. നിങ്ങൾ പുറത്തുനിന്ന് ഇത് നിങ്ങളുടേതായ ആവശ്യം നിങ്ങളോട് ഉന്നയിച്ചു വന്നവരാണ്. ഈ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഒരുപടി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിനും പരേഡിലും ഇവരെപ്പോലെ തന്നെ കൃത്യമായി നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളിന്നിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു റാലി പോലെ പോയി റോഡിൽ നമ്മളൊരു സൊസൈറ്റിയോട് നമ്മൾ കാണിക്കണം നമ്മുടെ ഒരു പ്രതിബദ്ധത. അപ്പം അതിൻ്റെ തുടക്കം നിലയ്ക്ക് നമ്മളൊരു മനുഷ്യച്ചക്ര തീർത്തതിന് ശേഷം നമ്മൾ നടന്ന് തിരിച്ചിവിടെ തന്നെ വരും. അപ്പം അതിന് എല്ലാവരും സപ്പോർട്ടും നൽകുന്നത് നമ്മുടെ കോളേജിനും സർവോപരി നമ്മുടെ മുൻ ANOയും ഇപ്പോഴത്തെ പ്രിൻസിപ്പളും ആയിട്ടുള്ള ഡോക്ടർ ജോസഫ് ജോൺ സാറിന് ഞാൻ ആദ്യം എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം ഇവിടെ എത്തിച്ചേർന്നപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു, നന്ദിയും അർപ്പിക്കുന്നു. നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. The proud cadets of the National Cadet Corps solemnly pledge to live a life free from drugs as responsible citizens of India. We commit to staying away from drugs and protecting your future. I
vote to stay informed about the harmful effects of drugs and avoid anything that could destroy my body or mind. As NCC cadets, we promise to help others make the right choices and spread awareness in our society, helping our families and friends stay safe with strength, courage and determination. We will lead by example and uphold the values of the NCC to create a drug-free India. Say no to drugs, say yes to life. നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. ഡ്രഗ്സിനെതിരായിട്ട് നിൽക്കുക, നമ്മൾ ഇനി കൺസ്യൂം ചെയ്യാണ്ടിരിക്കുക ഡ്രഗ്സ് ഒന്നും. ഇപ്പം എന്തായാലും അതിപ്പോൾ സന്തോഷത്തിനായാലും ശരി എന്തിനായാലും ശരി, ഇനി നമുക്ക് അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ടാവില്ല, ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും അതിന് വേണ്ട, ഇത് നിർത്തിയേക്ക്. നമുക്ക് ഈ ഒരു എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന നമ്മുടെ കൂടെ NCC എന്ത് പരിപാടി ഉണ്ടെങ്കിലും കട്ടൊക്കെ കൂടിയിരിക്കണം നമ്മുടെ പഴയ ലഫ്റ്റനന്റ് ഡോക്ടർ ജോസഫ് ജോൺ സാറിന് എൻ്റെ പേരിലും എൻ്റെ കോക്കാഡ്സിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. NCC Club शुरू कर. അടുത്തതായി പുതിയ ചാർജത്തെ CTO ഡോക്ടർ ശിവരാജ് സാർ ഇപ്പോൾ ഈ ഒരു പരിപാടി പറഞ്ഞപ്പോൾ എല്ലാത്തിനും നമ്മളുടെ കൂടെ കട്ടക്ക് കൂടി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്ത് കാര്യത്തിലും സാറ് ഭയങ്കര സാറിൻ്റെ ഫുൾ എഫേർട്ട് ഇട്ട് സാർ നമ്മളുടെ കൂടെ നിൽക്കാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ കോക്കാഡ്സിന് പേരിലും ജൂനിയേഴ്സിന് പേരിലും ഞാൻ നന്ദി പറയുന്നു. NCC Club शुरू कर.